നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്നറിയപ്പെടുന്നത് ആമുഖത്തെയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ച തീയതി 1949 നവംബർ 26. ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളെയാണ്. ആമുഖം ഒരു തവണയാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. നിർമ്മാണ സഭയിൽ മൗലികാവകാശ കമ്മിറ്റിയുടെ തലവൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനയുടെ റിട്ടുകളുടെ എണ്ണം 5. ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 32. 3 ലിസ്റ്റുകളാണുള്ളത്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. നിർമ്മാണ സഭ രൂപീകരിക്കാൻ ആശയം കൊണ്ടുവന്ന വ്യക്തി MN റോയ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത് 1946 മാർച്ച് 24. നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സമിതി ആകെ ഉണ്ടായിരുന്ന അംഗങ്ങൾ 389. വനിതകളുടെ എണ്ണം 17. മലയാളി വനിതകളുടെ എണ്ണം 3. പ്രഥമ സമ്മേളനം നടന്ന വർഷം 1946 ഡിസംബർ 9. സമ്മേളനത്തിലെ ആകെ പ്രതിനിധികൾ 207, അതിൽ 9 വനിതകൾ. പ്രഥമ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, ഉപദേശകൻ BN റാവു, ഉപാധ്യക്ഷൻ HC മുഖർജി. നിർമ്മാണം പൂർത്തിയാക്കാനെടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചത്. നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29. ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ആകെ അംഗങ്ങൾ 7. ആമുഖം ഭരണഘടനയുടെ ആത്മാവെന്നറിയപ്പെടുന്നു. ശില്പി ജവഹർലാൽ നെഹ്റു. അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ. ആശയം ഇന്ത്യ കടമെടുത്തത് USA-യിൽ നിന്നും. ആമുഖം ഭേദഗതി വരുത്തിയ വർഷം 1976. 46-ാം ഭേദഗതി പ്രകാരമാണ്. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ബിറുബാറി കേസ് 1960. ഭാഗമാണെന്ന് പ്രഖ്യാപിച്ച കേസ് കേശവാനന്ദ ഭാരതി കേസ് 1973. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി നമ്മളിപ്പോൾ പറഞ്ഞു, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കിയത് 1947 ജനുവരി 22. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേയൊരു തീയതി 1949 നവംബർ 26. ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി. ഭരണഘടനയുടെ കീനോട്ട് എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കർ. തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാല. ഹൃദയവും ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ളയാണ്. വി ദ പീപ്പിൾസ് എന്ന പുസ്തകം രചിച്ചത് നാനി പൽക്കിവാല. ബാക്കി അടുത്ത പാർട്ടിൽ കാണാം. നന്ദി.